ഗ്രാലൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. സർ റബിൻ, ഇവിടെ നമുക്കറിയാം ഒരുപാട് കേസുകൾ അടുത്ത കാലത്തായി ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് കേസുകൾ ഇത്തരം സ്ത്രീത്വത്തെ അപമാനിച്ചു, ലൈംഗിക പീഡന കേസുകളൊക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കേസുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ചകൾ നടത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ ഈ കേസിന്റെ ഒരു ഗൗരവം എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഈ താൻ കുറ്റം ചെയ്തിട്ടില്ല, ഈ പുരാണത്തിലെ കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ മാത്രമാണ് നടത്തുക എന്നൊക്കെയുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ വാദഗതികൾ കോടതിയിൽ നിലനിൽക്കുമോ? റബിൻ ഇല്ല, അദ്ദേഹം വളരെ പെട്ടെന്ന് അദ്ദേഹത്തിലേക്ക് വരാം. കാരണം നിയമവിദഗ്ധരുടെ കൂടി നമുക്ക് നിലപാട് അഭിപ്രായങ്ങൾ കേൾക്കണം. കാരണം എന്താണ് സംഭവിക്കുക എന്നുള്ളത് കുറച്ചുകൂടി വ്യക്തമായി അറിയാവുന്നത് അവർക്കാണല്ലോ. കോടതിയുടെ ഈ കേസുകളുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് കോടതി സ്വീകരിച്ചിരുന്ന പലവിധ സമീപനങ്ങളുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തായി ഈ പറഞ്ഞതുപോലെ ഒരുപാട് കേസുകൾ ഇത്തരത്തിൽ വരുന്നുണ്ട്. അതിൽ ജാമ്യം ലഭിക്കുന്ന കേസുകളുണ്ട്, ജാമ്യം ലഭിക്കാത്ത കേസുകളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നിയമവിദഗ്ധരുടെ നിലപാടുകൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഞാൻ ഇത് ചോദ്യം കേട്ടിരുന്നോ സാർ? ചോദ്യം ഒന്ന് ആവർത്തിക്കാം. അതായത് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ കേസിന്റെ ഒരു ഗൗരവം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, അടുത്ത കാലത്തായി ഇത്തരം നിരവധി കേസുകൾ കോടതികളുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. മറ്റൊന്ന്, ഈ താൻ കുന്തിദേവി എന്നുദ്ദേശിച്ചത് പുരാണത്തിലെ ഒരു കഥാപാത്രം മാത്രമാണ്, അതിൽ തനിക്ക് മറ്റ് ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് തുടർച്ചയായി ബോബി ചെമ്മണ്ണൂർ ആവർത്തിക്കുന്നത്. അത് കോടതി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ടോ? നോക്കൂ, ഈ വിഷയത്തിൽ സൈബർ നിയമങ്ങളുടെ ഒരു പരിമിതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് മാക്സിമം ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷമുള്ള കുറ്റങ്ങളാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ തൊണ്ടിമുതലുകൾ അഥവാ മെറ്റീരിയൽ ഒബ്ജക്ട്സ് കണ്ടെടുക്കേണ്ട റിക്കവറി പ്രൊസീഡിങ്സ് പോലീസിന് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിൽ ചോദ്യം ചെയ്യൽ അഥവാ കസ്റ്റോഡിയൽ ഇന്ററഗേഷൻ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എറണാകുളത്ത് കോടതിയിൽ പോലീസ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ SHO ഒരിക്കലും ഒരു കസ്റ്റഡി അപ്ലിക്കേഷൻ അഥവാ പോലീസ് കസ്റ്റഡിയിൽ ബോബി ചെമ്മണ്ണൂരിനെ വിട്ടുകിട്ടണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കില്ല. പോലീസ് കസ്റ്റഡി ആവശ്യമില്ലാത്ത ഒരു കേസ് എന്ന നിലയിൽ 99% ജാമ്യം മജിസ്ട്രേറ്റിന് നൽകാവുന്ന ഒരു കേസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളെ ഇദ്ദേഹത്തിനെതിരെയുള്ളൂ എന്നതുകൊണ്ട് തന്നെ ബെയിൽ ഈസ് എ റൈറ്റ് എന്ന ഒരു രീതിയിലായിരിക്കും മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഈ കേസ് ബോബിയുടെ അഭിഭാഷകൻ വാദിക്കുക. അതിനനുസരിച്ച് ജാമ്യം നൽകാനുള്ള സാധ്യത. ഒരുപക്ഷെ ഇദ്ദേഹം ഒരു വ്യവസായിയാണ്, കേരളത്തിൽ തന്നെ തുടരുന്ന ആളാണ്, വിവിധ സാമൂഹ്യ സമുദായ വിഷയങ്ങളിൽ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുന്നതാണ് എന്നതുകൊണ്ട് തന്നെ ജാമ്യം ലഭിച്ചാൽ നാട് വിട്ടു പോവുക അല്ലെങ്കിൽ നിയമത്തിന്റെ ക്ലച്ചസിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു എന്ന ഒരു ആരോപണവും പോലീസിന് ഉയർത്തേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു ജാമ്യത്തെ എതിർത്താൽ തന്നെ പോലീസ് കസ്റ്റഡി വേണ്ട മാറ്റർ അല്ല എന്നത് പരിഗണിച്ചുകൊണ്ട് ജാമ്യം നൽകാനാണ് സാധ്യത. ജാമ്യം ഈ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ അത് ജാമ്യമില്ലാ വകുപ്പുകൾ പോലീസ് ചുമത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പുകളാണ് എങ്കിൽ പോലും അതിൽ ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം ആകുമ്പോൾ അതില് ജാമ്യം എന്ന് പറയുന്നത് ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് പിന്നെ പരിഗണിക്കുക. അതായത് ജാമ്യം നൽകിയാൽ ഇയാൾ ഇവിടെ നിന്ന് ഓടിപ്പോകുമോ, നാട് വിടുമോ, നിയമത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കുമോ, വിറ്റ്നസിനെ അഥവാ വിക്ടിമിനെ ബുദ്ധിമുട്ടിക്കാൻ പോകുമോ, ഈ ശ്രീമതി നടിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുമോ, അതിനുള്ള സാധ്യതകളൊക്കെ ഈ ഒരു പ്രൊഫൈലുള്ള വ്യക്തി എന്ന നിലയിൽ കുറവാണ് എന്ന് ബോബിയുടെ അഭിഭാഷകൻ വാദിക്കും. ഉപാധികളോടെ കണ്ടീഷൻസ് ഒരിക്കലും ഈ പറയുന്ന ശ്രീമതി നടിയെ ബുദ്ധിമുട്ടിക്കരുത്, അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്, ആ കണ്ടീഷൻ വെക്കും. അത് സ്ട്രിക്റ്റ് ആയിട്ട്. പ്ലസ് ഇനി മുതൽ ഇത്തരത്തിലുള്ള വൾഗറായിട്ടുള്ള അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളുള്ള കമന്റുകൾ അല്ലെങ്കിൽ അത്തരം വിഷ്വൽ ഇന്റർവ്യൂകൾ അത് കൊടുക്കുന്നതിനൊക്കെ ഒരു വാണിംഗ് ഒക്കെ കൊടുക്കാം. ഈ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഈ നടി ഒരു മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് കോടതിയിൽ. അത് ഈ ജാമ്യത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ? അതാണെങ്കിൽ തന്നെയും ഇതിപ്പോ ഒരു മറ്റേ റേപ്പ് അലിഗേഷൻ പോലെയോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള സ്ത്രീയുടെ മൊഡസ്റ്റിയെ ബുദ്ധിമുട്ടിച്ച രീതിയിലുള്ളതോ അവയിലൊക്കെയാണ് ഈ രഹസ്യമൊഴി എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുക്കുന്ന പരാതിക്കൊക്കെ ഒരു അതീവ പ്രാധാന്യമുള്ളത്. അപ്പോൾ ഇതില് അവരുടെ മനസ്സ് വേദനിച്ചു അല്ലെങ്കിൽ അവരുടെ BNS പ്രകാരമുള്ള വകുപ്പുകൾ അനുസരിച്ചിട്ടുള്ള കുറ്റം ചെയ്തു എന്നെല്ലാം പറഞ്ഞാൽ തന്നെയും ഇതിന് അതീവ ഗൗരവ പ്രാധാന്യമുള്ള സെക്ഷൽ ക്രൈം എന്ന ഗണത്തിൽ ഇതിനെ പരിഗണിക്കാൻ സാധിക്കില്ല. ഇത് ബോഡിക്കെതിരെയുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റിനെതിരെയുള്ള വലിയ ഗൗരവമുള്ള കുറ്റകൃത്യമല്ല എന്നതുകൊണ്ട് തന്നെ ഈ ജാമ്യത്തിന് മുൻപന്തി ലഭിക്കാനാണ് സാധ്യത. നന്ദി.